ഹലോ ഗായ്സ്, ഹൈദരാബാദ് മലോസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു എഗ്ഗ് ബിരിയാണി ആയാലോ? എന്തായാലും വീക്കെൻഡൊക്കെ അല്ലേ, പഠിച്ച് പൊളിച്ചൊരു എഗ്ഗ് ബിരിയാണി ആയിരിക്കും. നിങ്ങളിതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കറിൽ വെച്ച് ഒരു അടിപൊളി കുക്കർ എഗ് ബിരിയാണി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യമായി ആദ്യം തന്നെ 2 മുട്ട ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം പുഴുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോൾ അതിലേക്ക് ഇൻഡക്ഷനെല്ലാം ഓൺ ചെയ്ത് കുക്കർ വെച്ച് ഒന്ന് സെറ്റാക്കി അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് ഇത്തിരി കല്ലുപ്പിട്ട് അതിനുശേഷം 2 മുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് മുട്ട മുങ്ങി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേട്ടർ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം വിസിൽ വരാൻ പാടില്ലല്ലോ. വിസിൽ വന്നു കഴിഞ്ഞാൽ മുട്ട വേറെ ലെവലായി പോകും. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കുക്കറിന് കാര്യമായിട്ട് എന്തോ പറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും ഇതിനകത്തിട്ടാണല്ലോ പണി. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വീണ്ടും ഞാൻ കുക്കറോട് അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി ഞാൻ കഴിഞ്ഞു. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓണിയൻ സെറ്റാക്കി എടുക്കാം. ഏകദേശം 5 വലിയ സബോളയാണ് ഞാൻ എടുക്കുന്നത്. പെട്ടെന്നൊന്ന് കറണ്ട് പോയിട്ടോ, അതാണ് എൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ മാറിയത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാലും അപ്പം തന്നെ വന്നോളും. കാരണം ജനറേറ്റർ ഉണ്ടല്ലോ, അതൊരു ലെക്കല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വിടാം. 5 സബോള എടുത്ത് ഞാൻ ആദ്യം തന്നെ തൊലിയെല്ലാം കളഞ്ഞ് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കത് നീളനെ അരിഞ്ഞെടുക്കണം. സബോള ഇല്ലാത്ത പിന്നെ ഒരു പരിപാടിയില്ല നമുക്ക്. അങ്ങനെ അതെല്ലാം സെറ്റാക്കുന്നുണ്ട്. അതിന് ശേഷം നീളനെ അരി എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പിന്നെ എന്നാണ്ട് നിങ്ങളുടെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വളരെ വളരെ വളരെയധികം താങ്ക്സ്. അപ്പോൾ അങ്ങനെയെല്ലാം തൊലി കളഞ്ഞെടുത്ത് ഞാൻ ഇവിടെ അരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. വലിയ സബോളയാണ്. എനിക്കാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരാനും തുടങ്ങുന്നുണ്ട്. അരിഞ്ഞിട്ടും തീരുന്നില്ല. നമുക്ക് പൊതുവെ നമ്മളിപ്പോൾ ചെറിയ സബോളയോട് അരിയുമ്പോൾ അധികം അങ്ങനെ കണ്ണുനീര് വരാറില്ലെങ്കിൽ പോലും വലുതെടുക്കുമ്പോൾ ഒരെണ്ണെടുക്കുമ്പോൾ തന്നെ തീരെ വയ്യാണ്ടാവും. പിന്നെ ഓൾറെഡി നമ്മൾ ഈ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്ന് ഇരുന്നിട്ട് വേണം പിന്നെ ഈ പണിയിലേക്കെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അവിടെ സ്പീഡിൽ അരിയാണ്. ഇത് കഴിഞ്ഞിട്ടെങ്കിൽ വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ടെന്ന്. അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അതിന് ശേഷം ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി നല്ല രീതിക്ക് തിക്ക് ഗ്രേവി വേണം. അപ്പോൾ അതിലേക്ക് 2 തക്കാളി എടുക്കുന്നുണ്ട്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അതും അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. സബോള ഓൾറെഡി നീളനെ അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി എടുത്തിട്ട് അതും സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അടുത്ത ആവശ്യമായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട്. 5 എരിവില്ലാത്ത വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നമ്മളങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ കീറാവുന്ന ചെയ്യണം. ജസ്റ്റ് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. കൈ കൊണ്ട് ഒടിച്ചെടുക്കുന്നതൊക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ എടുക്കാൻ മറക്കണ്ട. എനിക്ക് 2 ദിവസം മുന്നേ അബദ്ധം പറ്റുള്ളൂ. കണ്ണിൽ തിരുമ്മിയിട്ട് ആകെ മൊത്തം സീനായി. അപ്പോൾ അതെല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. തക്കാളി റെഡി, സബോള റെഡി, പച്ചമുളകും റെഡി. പിന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് നമുക്ക് എല്ലാ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും ഒന്നിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, തക്കാളി, പിന്നെ ഒരു ബിരിയാണീൻ്റെ ഒരു എസൻസ്, കുരുമുളക്, അതുപോലെ ചെറിയ ജീരകം, ഏലക്കായ, പിന്നെ ആ ഒരു ലീഫ്, അതുപോലെ തന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ച് അധികം വേണേ. അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എരിവ് കുറവ് മതിയുള്ളവർക്ക് അത് കുറച്ചെടുത്താൽ മതി. അതിൻ്റെ ഒരു ഫ്ലേവർ എപ്പോഴും നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അത് ഏകദേശം നല്ല തിളച്ച് മറിഞ്ഞ് നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു വെള്ളത്തിലേക്ക് മാറ്റി, ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ആ കുക്കറൊന്ന് കഴുകിയ ശേഷം വീണ്ടും ഞാൻ അതിനകത്ത് ചൂടാക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരണം, ഒന്ന് അവിടെ ഇരുന്ന് സെറ്റാക്കണം. അതിനകത്ത് വേണം നമുക്ക് അതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള സ്പൈസസ് ആദ്യം ഇട്ട് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ജീരകം, അതുപോലെ തന്നെ ഈ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ലീഫ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം മാറ്റി കൊടുക്കാം. ഇട്ട് അതൊന്ന് മൂത്ത് വരണം നന്നായിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി പറഞ്ഞാൽ. ഏകദേശം നമ്മുടെ വർക്കുകളോട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മിസ്സാവാണ്ട് ശ്രദ്ധിക്കണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ആ എണ്ണയിൽ നന്നായിട്ട് യോജിക്കണം. നമ്മുടെ ആ സ്പൈസസ് എല്ലാം നന്നായിട്ട് യോജിക്കണം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ തന്നെ സബോളയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് നന്നായിട്ട് സബോള എല്ലാ സൈഡിലും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയും ആ സ്പൈസസ് ആയിട്ട് സബോള കൂടിച്ചേരണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ചൊന്നൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോള നന്നായിട്ട് വഴണ്ട് വന്നോളും. കാരണം സബോള നന്നായി വഴണ്ട് വന്നിട്ട് വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തും. നന്നായിട്ടൊന്ന് ഇതാക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം ഇത് നമ്മൾ കുക്കറിൽ വയ്ക്കും, പ്രത്യേകിച്ച് ഇൻഡക്ഷനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ എടുത്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി
അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഏകദേശം 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യം പോലെ, എനിക്ക് അത്യാവശ്യം നല്ല സ്പൈസി ഫുഡാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3-4 ചെറിയ സ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, വെയിറ്റ് ഇടാണ്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഒരു തിക്ക് ഗ്രേവി പോലെ കിട്ടും. അതിന് ശേഷം കഴുകി മാറ്റി വെച്ച അരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇട്ട് കൊടുക്കുക കഴുകി മാറ്റി വെച്ച അരി. അതായത് ഞാനിവിടെ ബിരിയാണി റൈസ് അങ്ങനത്തെ ഇതൊന്നുമല്ല, നമ്മൾ നോർമലി ഫുഡ് കഴിക്കണ അരിയാണ്. പിന്നെ നമ്മൾ മലയാളികൾ പൊളിയല്ലേ, റേഷൻ അരി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ടീംസാണ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ബിരിയാണീൻ്റെ എസൻസും ചേർത്തിട്ടുണ്ട്, അടച്ച് വയ്ക്കുക 2 വിസിൽ. ആഹാ തുറന്നു, എന്നാ ഒരു മണമായിരുന്നു എന്ന് അറിയും. നമ്മുടെ കുക്കർ എഗ് ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണയിൽ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ശേഷം ഞാൻ ഒരു പ്ലാസ്റ്റിക് വാളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ പറഞ്ഞ സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടെ കഴിക്കാൻ മാങ്ങച്ചാറും അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു, വേറെ ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾ ഒരു തവണ എന്തായാലും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ എന്തായാലും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് തന്നെ നമുക്ക് വിളിക്കാം. സാരദാ വന്നിട്ടുണ്ട്, കുറച്ച് ആളായിട്ട് പുള്ളി ഉണ്ടായിരുന്നില്ല, പുള്ളി ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് തന്നെ ആദ്യം കൊടുക്കാം. പിന്നെ ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് കഴിക്കത്തില്ല, അപ്പോൾ ഞാൻ പുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ പുള്ളിയെല്ലാം ടേസ്റ്റ് ചെയ്തു, പുള്ളി പറഞ്ഞു അടിപൊളിയാണ്, വാവ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.